ഹായ് ഓൾ, ഇന്നപ്പോൾ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് ഒറിജിൻ ഓഫ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ഇത് പാലിയൻറ്റോളജി ആൻഡ് എവല്യൂഷണറി ടൈം സ്കെയിൽ എന്ന് പറയുന്ന ആ മൊഡ്യൂളിനകത്തുള്ള ഒരു സബ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറിജിൻ ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ്, ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ് ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, വിച്ച് ആർ ഓൾസോ കാൾഡ് പ്രോകാരിയോട്സ്. ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽസ് ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ യൂണിസെല്ലുലാർ സെൽസ് എല്ലാം അഗ്രിഗേറ്റ് ചെയ്ത് മൾട്ടി സെല്ലുലാർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അവർക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്, പ്രോകാരിയോട്സ് ആണ്. യൂക്കാരിയോട്സ് ആണ്. യൂക്കാരിയോട്സിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, പ്രോട്ടിസ്റ്റ് ഉണ്ട്, ഫഞ്ചയുണ്ട്, പ്ലാന്റയുണ്ട്, അനിമേലിയ ഉണ്ട്. ഇപ്പോൾ എല്ലാം, അതായത് ബാക്ടീരിയ ഒഴിച്ച് പ്രോകാരിയോട്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ എന്താണ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഒറിജിൻ ഓഫ് പ്രോകാരിയോട്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എർത്ത് ഉണ്ടായ സമയത്ത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഓട്ടോട്രോപ്സ് ആണ്. അവർ മെയിനായിട്ടും എനർജി ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്താണെന്നറിയാം, അതൊരു എനറോബിക് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അനറോബിക് ഓട്ടോട്രോപ്സ് എന്ത് ചെയ്തു, ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, വിച്ച് ലീഡ്സ് ടു ദ എവല്യൂഷൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് സെൽസ്. ഓക്കെ, ഫോട്ടോസിന്തസിസിൽ എന്താ സംഭവിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആകുന്നു, അതിൻ്റെ കൂടെ തന്നെ ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് സെൽസ് ഇവോൾവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, അക്യുമുലേഷൻ ഓഫ് ഫ്രീ ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ വാട്ടർ ഉപയോഗിച്ചു, വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഗീവ്സ് വാട്ട്, ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അക്യുമുലേഷൻ വെച്ച് ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ഫ്രീ ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഫ്രീ ഓക്സിജൻ ഉണ്ടായത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഓർഗാനിസം ടു യൂസ് വാട്ടർ ആസ് ദ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ വാസ് ആരായിരുന്നു, സൈനോബാക്ടീരിയ ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ഓർഗാനിസം സൈനോബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതൊരു ബാക്ടീരിയ അല്ല, ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഓർഗാനിസം ടു യൂസ് വാട്ടർ ആസ് എ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും, സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഒറിജിൻ ഓഫ് യൂക്കാരിയോട്സ്. അപ്പം യൂക്കാരിയോട്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ദേ ആർ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് കമ്പയർഡ് ടു പ്രോകാരിയോട്സ്. സോ ദേ ഹാവ് ഇവോൾവ്ഡ് ഫ്രം prokaryotes അല്ലേ. So multicellular organisms evolved from unicellular organisms around 2 billion years ago. The rising levels of atmospheric oxygen leads to the origin of unicellular eukaryotes. That I already said. What? So the because of the evolution of photosynthetic cells, there become accumulation of free oxygen in the atmosphere, which leads to the origin of multicellular organisms. Okay, unicellular eukaryotes form multicellular aggregates. So how they become multicellular? So unicellular organisms become aggregated and they become multicellular organisms. Example, green algae volvox. So here you can see a picture. Okay, this is a picture of volvox. So you can see single green cells. Okay, they are unicellular cells, but they will aggregate, they will clump together to form a colony which form volvox. Okay, so next is origin of eukaryotic cells can be explained by the endosymbiotic theory. So there are some theories which will explain the origin of eukaryotic cells, how they originate. Okay, so the first one is endosymbiotic theory. So
So the endosymbiotic theory explains the existence of several organelles of eukaryotes. The theory states that the organelles such as mitochondria and chloroplast originated as symbiosis between separate single-celled organisms. അപ്പോൾ ഇത് എംബ്രിയോസിംബയോട്ടിക് തിയറി മെയിനായിട്ടും പറയുന്നത്, അതായത് മെയിനായിട്ടും രണ്ട് ഓർഗനൽസിനെ പറ്റിയാണ് പറയുന്നത്, മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും. അവരെന്ത് ചെയ്താണ്, ഒരു ബാക്ടീരിയൽ സെൽസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ ഈ യൂക്കാരിയോട്ടിക് സെൽസിനോട് കൂടി ചേർന്ന് ഒരു സിംബിയോസിസ് എന്ന് പറയുമ്പോൾ അറിയാലോ, സിംബിയോസിറ്റിക് റിലേഷൻ വഴി അവരോട് ചേർന്ന് ജീവിച്ച് അങ്ങനെ അതിലേക്ക് ആയിപ്പോയതാണെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. The theory states that organelles such as mitochondria and chloroplast originated as symbiosis between separate single-celled organisms. Okay. ഫസ്റ്റ് യൂക്കാരിയോട്സ്. അപ്പോൾ ഫസ്റ്റ് യൂക്കാരിയോട്ട് ഉണ്ടായത് അബൌട്ട് 2 ബില്യൺ ഇയേഴ്സ് അഗോയാണ് ഫസ്റ്റ് യൂക്കാരിയോട്സ് ഉണ്ടായത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ മെംബ്രെയിൻസ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കറിയാം യൂക്കാരിയോട്ടിക് സെൽസ്, നമ്മളൊരു പ്രോക്യാരിയോട്ടും യൂക്കാരിയോട്ടിക് സെൽസും തമ്മിൽ ഒരുപാട് ബേസിക് ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പം അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂക്കാരിയോട്ടിന് ഒരു പ്രോപ്പറായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷേ പ്രോക്യാരിയോട്സിന് എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. പകരം എന്താണുള്ളത്, ന്യൂക്ലിയോലസ് ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിനിലായാലും ഇൻറ്റേർണൽ മെംബ്രെയിൻസ് ആയാലും ഓർഗനൽസ് ആയാലും ഇതിലെല്ലാം രണ്ട് സെൽസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക എന്താണ്, വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പിക്ചറിലുണ്ട്, ഫസ്റ്റ് പിക്ചറിൽ പ്രോക്യാരിയോട്ടിക് സെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഈസ് എ സെൽ വാൾ and inside to the cell wall there is a plasma membrane and you can see the enfolding of plasma membrane. Okay, and central there is a DNA. There is no proper nucleus as such. Okay, so coming to the prokaryotic ancestor of eukaryotic cells, that plasma membrane enfolding, you can see it invaginate, the plasma membrane invaginate inside to the cell and progressively it leads to a eukaryotic cell. Okay, the eukaryotic cell, you can see there is a nuclear envelope, there is a proper nucleus and there is organelles such as endoplasmic reticulum, Golgi bodies, ribosomes. Okay, so endosymbiosis, evolution of eukaryotes, origin of mitochondria. ഓക്കെ, ഒറിജിൻ ഓഫ് മൈറ്റോകോൺട്രിയ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എൻഡോസിംബിയോസിസിൽ പറയുന്ന രണ്ട് ഓർഗനൽസാണ്, മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, എൻഗൾഫിൽഡ് എയറോബിക് ബാക്ടീരിയ ബട്ട് ഡിഡ് നോട്ട് ഡൈജസ്റ്റ് ദം. അപ്പം എയറോബിക് ബാക്ടീരിയ നമ്മുടെ സെല്ല് എൻഗൾഫ് ചെയ്തതെന്നാണ് പറയുന്നത്. അത് പിന്നീട്, അതായത് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു, അതിനെ നമ്മുടെ സെല്ല് എൻഗൾഫ് ചെയ്തതാണ്. അത് പിന്നീട് എന്തായി കാണും, മ്യൂച്വൽ ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് ആണല്ലോ എന്തെന്ന് പറയുന്നത്, സിംബിയോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സെല്ലിന്, യൂക്കാരിയോട്ടിക് സെല്ലും ആ ഒരു ഓർഗനിലും തമ്മിലൊരു എൻഡോസിംബിയോസിസ് കാരണം അതങ്ങനെ തന്നെ പിന്തുടരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻറ്റേർണൽ മെംബ്രെയിൻ ഉണ്ട് ആൻസെസ്ട്രൽ യൂക്കാരിയോട്ടിക് സെല്ലിന്. എയറോബിക് ബാക്ടീരിയ വരുന്നു, അതിനെ എൻഗൾഫ് ചെയ്യുന്നു, അത് പിന്നീട് ഒരു സിംബിയോസിസ് റിലേഷൻ വഴി നമ്മുടെ സെല്ലിലേക്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് യൂക്കാരിയോട്ടിക്. നെക്സ്റ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്.